ശ്രീ ഡീൻ കുര്യാക്കോസ്, എറണാകുളം കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുകയാണ് മലയോര മേഖലകളിൽ കാട്ടാനകളുടെ, കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന, സാധാരണക്കാരുടെ, നിഷ്കളങ്കരുടെ ജീവൻ പൊലിയുന്ന സംഭവങ്ങൾ. ശ്രീ ഡീൻ, വളരെയധികം ഹൃദയഭേദകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ മൃതശരീരം പോലും ചിന്നിച്ചെതിറി കിടക്കുന്ന ദാരുണമായ പശ്ചാത്തലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ കൃഷിക്കാർക്കാണ് ഈ ദുര്യോഗം മുഴുവൻ ഉണ്ടാകുന്നത്. ഇതിനെതിരെ സംസാരിക്കുന്ന എന്ന് വെച്ചാൽ നമ്മളുടെ ഡിമാൻഡ് ഈ വനത്തിന് പുറത്തിറങ്ങുന്ന, കൃഷിസ്ഥലത്തിറങ്ങുന്ന മൃഗങ്ങളെ വേട്ടയാടണം എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. ഇനി അത് പോട്ടെ, സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ളതാണ്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. യാതൊരു തരത്തിലും ഇപ്പോൾ ഫണ്ടിങ്ങിന്റെ അപര്യാപ്തതയോ പ്രോജക്റ്റുകളുടെ അപര്യാപ്തതയോ ഒന്നുമില്ല. എല്ലായിടത്തും അതുണ്ട്. പക്ഷേ ഫണ്ടിങ് ഉണ്ടെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിലും സർക്കാർ അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന ഇംപ്ലിമെന്റേഷൻ ഇല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇവിടെ ഇപ്പോ റോട്ടിലിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരാളെ കാട്ടാന കൊന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ വകവരുത്താനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തീറ്റിപ്പോറ്റി നികുതിപ്പണം ഉപയോഗിച്ച് നമ്മളെല്ലാം ചെയ്യുന്നത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തന്നെ പറയുന്നു, ഇത് ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ വേട്ട അനുവദിക്കുക എന്നതൊക്കെ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമാണോ? അത് ഞാൻ കേട്ടില്ല. ഈ വേട്ട അനുവദിക്കണം എന്നതടക്കമുള്ള താങ്കൾ ഇപ്പോൾ ഉയർത്തിയ ആവശ്യമൊക്കെ വേട്ട അനുവദിക്കണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ സബ്ജക്റ്റാണ്. പക്ഷേ സംസ്ഥാന സർക്കാരാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടതും പ്രതിരോധ മാർഗങ്ങൾ നടത്തേണ്ടതും. പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഓൺലി ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആ ഉത്തരവാദിത്വം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ച ഞാൻ ആദ്യം പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ശാസ്ത്രീയമായി ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ള മാർഗങ്ങൾ ഇന്ത്യയിൽ അനുവദിക്കണം. ഓക്കെ, പക്ഷെ അതിലുപരി സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളുടെ വനത്തിന്റെ അതിർത്തി വിട്ട് മൃഗങ്ങൾ പുറത്തിറങ്ങാതെ വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങളെ നിലനിർത്താൻ ബാധ്യതയുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ആ വനാതിർത്തി സംരക്ഷിക്കേണ്ട വന ഉദ്യോഗസ്ഥന്മാർ കൈയും കെട്ടി നോക്കി നിന്നിട്ട് മൃഗങ്ങൾ മുഴുവൻ റോട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ കുത്തിക്കൊല്ലുമ്പോ ഇവർക്ക് ഇനി അതിനെ ന്യായീകരിക്കുന്ന അവർക്ക് ബാധ്യതയുണ്ട്. ഇവരുടെ പാളിച്ച ഇവർ ആദ്യം ഏറ്റെടുക്കട്ടെ, കേന്ദ്രത്തിന്റെ പാളിച്ച കേന്ദ്രം ഏറ്റെടുക്കട്ടെ. രണ്ട് ഗവൺമെന്റും കൂടിയാണല്ലോ ഇപ്പൊ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ ഗവൺമെന്റുകൾക്ക് പറ്റിയിട്ടുള്ള പാളിച്ച എന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതിരിക്കാൻ പറ്റില്ല. ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ എല്ലാം ചെയ്യുമെന്ന് പറയും. ഇപ്പൊ അവിടെ നബാർഡിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി അവിടെ ഫെൻസിംഗ് നിർമ്മിക്കാനൊക്കെയുള്ള പ്രോജക്റ്റ് ഒക്കെ ഈ പറയപ്പെടുന്ന DFOയുടെ കീഴിലുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന RKVY എന്ന് പറയുന്ന രാഷ്ട്രീയ കൃഷി വികാസ യോജന ഫണ്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ കേരള സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള റിക്വസ്റ്റ് 900 കോടി രൂപയുടെ പദ്ധതി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. ഫണ്ടിന്റെ അപര്യാപ്തതയോ പ്രോജക്റ്റ് ഇല്ലാത്തതൊന്നുമല്ല. പക്ഷെ ഇവരതൊന്നും ചെയ്യത്തില്ല. RRT എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ മൃഗങ്ങളെ ഓടിച്ച് പായിച്ചു വിടാൻ ഒക്കെയുള്ള സംവിധാനമുണ്ട്. എവിടെ ചെയ്തു? എന്തു ചെയ്തു? ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഓരോ ഇഷ്യൂസും ഉണ്ടായി കഴിയുമ്പോൾ ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളെല്ലാം റെഡിയാണെന്ന് പറയും. പക്ഷെ ഒന്നും ചെയ്യത്തില്ല. വെറുതെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾ ഈ പാതിരാത്രിയിൽ ആ ഡെഡ് ബോഡിക്ക് ചുറ്റും കാവലിരുന്നുകൊണ്ട് ആർത്ത് അലമുറയിട്ട് കരഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെ ഇങ്ങനെ ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷൻ സൃഷ്ടിച്ചതിൽ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് തന്നെയാണ്. ഈ ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള അലംഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ഇത് വീണ്ടും ആവർത്തിച്ചിട്ടുള്ളതുള്ള കാര്യം സംശയമില്ല. ഒരേ സമയം മനുഷ്യാവകാശ ലംഘനവും അതോടൊപ്പം തന്നെ ക്രൂരമായ കുറ്റകൃത്യവുമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്താ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ഫോറസ്റ്റ് അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഇവരിപ്പം. ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് അവർ വനപാലകർക്ക് അമിത അധികാരം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ വനത്തിന്റെ അതിർത്തിയിൽ കൂടി നടത്താൻ ഇവർ സമ്മതിക്കത്തില്ല. ഒരു ചുള്ളിക്കമ്പെടുത്തു കഴിഞ്ഞാൽ മനുഷ്യനെ പിടിച്ച് ജയിലിലിടും. മൃഗത്തെ വേട്ടയാടി എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി കേസ് ചാർജ് ചെയ്യും. യാതൊരു തരത്തിലും ഒരു മൃഗത്തെ ഉപദ്രവിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. പക്ഷെ അതിലുപരി ഇപ്പോ വനപാലകർക്ക് തീട്ടൂരം കൽപ്പിച്ചു കൊടുക്കുന്ന കുതിരയുടെ കയ്യിൽ കൊമ്പ് കൊടുക്കുന്നത് പോലെ തന്നെ വനപാലകർക്ക് ഏത് മനുഷ്യനെതിരെയും കേസ് ചാർജ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ പുതിയ ഭേദഗതി അവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത് മനുഷ്യന്റെ കാര്യത്തിൽ? ഈ മൃഗങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം, മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റിനെ തീറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതി നമുക്ക് ഒരു കാരണവശാലും അനുവദനീയമല്ല. ഒരു കാരണവശാലും ഇതിനെതിരെ നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ശക്തമായ പ്രതിഷേധം സ്ഥാനത്ത് ജനപ്രതിനിധികൾ. ശ്രീ ഡീൻ കുര്യാക്കോസ്, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നഗരങ്ങളിൽ കൂടി മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥിതിയാണ് ഉള്ളത്. നഗരപ്രദേശങ്ങളിലൊക്കെ നമ്മൾ CCTV ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇതിന് കൂട്ടായ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം?
ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, ഞാൻ പറയുന്നു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. ഗവൺമെന്റ് ആണല്ലോ ഈ കാര്യത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ കാര്യത്തിൽ പ്രാഥമികമായ ബാധ്യതയുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കൃത്യമായി സ്കീം നടപ്പിലാക്കാൻ, കൃത്യസമയത്ത് നടപ്പിലാക്കാൻ പാളിപ്പോകുന്നു. ഇവിടെ ഈ പറയപ്പെടുന്ന വനാതിർത്തി എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ മൃഗങ്ങളെ നിലനിർത്താൻ, ഇനി അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു അരിക്കൊമ്പനെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിന്നും അവിടെ മാറ്റിയപ്പോൾ എന്തെല്ലാം പുകിലായിരുന്നു ഇവിടെ. ഇപ്പൊ ആ നാട്ടിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാട്ടാനാക്രമണം ഇപ്പോഴും ഉണ്ട്. എന്നാൽ പോലും അരിക്കൊമ്പനുണ്ടായിരുന്ന അത്രയും സ്ഥിതി ഇപ്പൊ ആ പ്രദേശത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞതുപോലെ പ്രശ്നകാരികളായിട്ടുള്ള ആനകളെയൊക്കെ തുരത്തി ഓടിക്കാൻ സംവിധാനമുണ്ട്. പക്ഷെ ചെയ്യില്ല, കൃത്യസമയത്ത് ഇവർ ചെയ്യില്ല. അവസാനം കോടതിയുടെ കയ്യിലേക്ക് എല്ലാ സംവിധാനങ്ങളും വെച്ചു കൊടുക്കും. കോടതി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നത് എന്താണ്? കോടതിക്ക് എന്തറിയാം? അവരുടെ മുമ്പിൽ കാണുന്ന വിഷയം എന്നുള്ള നിലയിൽ മിക്കവാറും കോടതിയിൽ നിന്നും വരുന്ന എല്ലാ ഉത്തരവും മനുഷ്യത്വരഹിതമാണ്. മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കോടതി ഉത്തരവും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. സുപ്രീം കോടതിയിൽ നിന്നാണെങ്കിലും ഹൈക്കോടതിയിൽ നിന്നാണെങ്കിലും. അപ്പൊ അവരൊക്കെ ജഡ്ജിമാരും ഈ പറയപ്പെടുന്ന വരേണ്യവർഗവും എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ ജനങ്ങളുടെ കണ്ണുനീര് കാണാതെ വിധി കൽപ്പിക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് അവിടെ സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ്. ഗവൺമെന്റ് അഭിഭാഷകർ അവിടെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ പേരിൽ മനുഷ്യൻ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് പോലും ഈ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി ഉണ്ട്. പക്ഷെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദം വേണം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അയാൾക്ക് തോന്നുന്നപടി, അയാൾക്ക് ഇഷ്ടമുള്ളിടത്ത്, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും അത് അനുവദിക്കാത്ത തരത്തിലൊക്കെ ആ നിയമം ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഒരു കാരണവശാലും സാധാരണക്കാർക്ക് അനുകൂലമായി ഒരു നിയമ സംവിധാനവും ഒരു ഗവൺമെന്റും ഇവിടെ ചലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക. ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. ജനങ്ങൾ ആകെ കഷ്ടത്തിലും ദുരിതത്തിലുമാണ്. അവരുടെ ആ പ്രതിഷേധത്തിനോടൊപ്പം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പങ്കുചേരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം വേണ്ട വിധത്തിൽ ഏറ്റെടുക്കുന്നുണ്ടോ ശ്രീ ഡീൻ? അത് ഇനി കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും ഈ വിഷയം കൃത്യമായി ഉന്നയിക്കുന്നുണ്ടോ? ഇതൊരു പൊതുവിഷയമായി മറ്റു വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന അതേ ഗ്രാവിറ്റിയിൽ ഇത് ഏറ്റെടുക്കുന്നുണ്ടോ? 100% കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ആയി ഈ വിഷയമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഉന്നയിച്ചിട്ടുള്ള സബ്മിഷനുകളും ചർച്ചകളും ഒക്കെ തന്നെ അതിൻ്റെതായ രീതിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പാർട്ടി നിലയിൽ. പക്ഷെ ഗവൺമെന്റ് ഇതൊക്കെ അറിയാമല്ലോ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്താ പറയാ, ഒരു തരത്തിലും 1% പോലും ഒരു പ്രയോറിറ്റി ഇല്ലാതെ പെരുമാറുന്നതിന്റെ പരിണിതഫലമാണ് ഈ ദുരിതം. അതിനകത്ത് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും എന്താ പറയാ, ഒരു ന്യായമല്ല. കണ്ണി ചോരയില്ലാതെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം